അസ്സലാമലൈക്കും. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഇപ്പോൾ 9ാമത്തെ വർഷം അല്ലേ, 9ാമത്തെ വർഷമാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാവശ്യം ഇവിടെ സുന്നത്തിന് വന്നപ്പം എനിക്കൊരു ആശങ്കയായിരുന്നു, ഇത്രയേറെ സുന്നത്ത് എങ്ങനെ ചെയ്യും എന്നുള്ള അന്നൊരു 20-ലേറെ ചെയ്തിരിക്കുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ നേരെ നമ്മൾ രജിസ്റ്റർ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇത്ര സുന്നത്തൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഇപ്പം പുറത്തൊക്കെ ഇന്നിപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഞാനിന്ന് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നത് എന്താണ്, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു മാനസിക സംതൃപ്തി കിട്ടും. ആ ഒരു സംതൃപ്തിക്ക് പണം കൊടുത്താൽ കിട്ടുന്ന പലതിനേക്കാളും വാല്യൂ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാണി പറഞ്ഞു എന്നോട്, ഒരു ദിവസം കൂടിയും നമുക്ക് അവിടെ പാവണ്ണിയോടെയും നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാവണ്ണെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം ഈ ഒരു ദിവസം നമ്മൾ ഇതിന് മാറ്റി വെക്കുമ്പം എനിക്ക് വല്ലാത്ത അല്ലേ, സുന്നത്ത് ചെയ്താൽ നമുക്കറിയാം അത് കുറച്ച് എക്സ്പെൻസീവാണ്, പല ഹോസ്പിറ്റലിലും എക്സ്പെൻസീവാണ്. അത്രയും വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ് ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും പറയും, നമ്മളവിടെ തെഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ മാത്രമല്ല, ഞാനിവിടെ രാജഗിരിയിലുണ്ട്, അൽനാസിലുണ്ട്, പിന്നെ ഇവിടെ മേലെപ്പുരക്കലുണ്ട്, പിന്നെ നമ്മുടെ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ ഇവിടെ ഇടവണ്ണപ്പാറ, പിന്നെ നാട്ടിൽ അങ്ങനെ കുറേ ഒരു 10-12ഓളം ഹോസ്പിറ്റലിൽ ചെയ്യാറുണ്ട്. പിന്നെ മമ്പാട് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് മറ്റേ എവിടെയും ഒരു സ്ഥലത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു എവിടെ പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഞാൻ ചെയ്തു പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ കുട്ടിയെ വിളിച്ചിട്ടുള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും ചെയ്തിട്ടില്ലേ, ഒരു രക്ഷിതാവ് കണ്ട വിളിച്ച്. ഈ ഒരു സുന്നത്ത് ചെയ്യാൻ തന്നെ പല ഡോക്ടേഴ്സും മടിച്ചു നിൽക്കുന്ന കാര്യം തരും. ഇത് കഴിഞ്ഞാൽ പലർക്കും ഒരുപാട് ആശങ്കകളായിരിക്കും. അവിടെ ഒരു കറുത്ത പൊറ്റയൊക്കെ വരുമ്പോൾ അവർ വിളിയായിരിക്കും. രക്ഷിതാക്കൾക്ക് ഭയങ്കര ആശങ്ക. ഞാൻ പിന്നെ അതിന് വീഡിയോ ചെയ്ത് വെച്ചുകൊണ്ടും നിങ്ങളത് കറക്റ്റായിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ടല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവാറില്ല. അപ്പം എൻ്റെ അതൊരു വല്ലാത്തൊരു കോൺഫിഡൻസ്. അത് ഇവിടുന്ന് എല്ലാവരും ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിൻ്റെ അല്ലേ, ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ. അതുകൊണ്ട് ഒരാളും കഴിഞ്ഞ 2-3 വർഷമായിട്ട് എന്നെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്നെ വിളിച്ചാലുള്ള അവസ്ഥ കുഞ്ഞാണിക്ക് തന്നെ അറിയാം. കാരണം ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരിക്കും. എനിക്ക് ഫോൺ എടുക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എടുക്കാൻ പറ്റൂല. കാരണം നമ്മളത്രയും എമർജൻസി സിറ്റുവേഷനിലായിരിക്കും. അപ്പം അതിലൊന്നും ഒരു ആശങ്ക വേണ്ട. വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ 9 ഞാൻ ഇതിനു മുമ്പേ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ, വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാമെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, അത് നല്ല സന്തോഷം നൽകും. നിങ്ങളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എന്താ ഫീൽ ചെയ്ത്? അവരൊക്കെ എപ്പോഴും ഒരു വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യാറില്ലേ? വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും. നമ്മളൊരാളോട് ഒരു നല്ല വാക്ക് പറഞ്ഞാലോ, ഒരു നല്ലൊരു പ്രശംസ കൊടുത്താലോ, അല്ല ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്താലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്താലോ അല്ലേ കുഞ്ഞാണി അല്ലേ അവസ്ഥ, അത് നമ്മുടെ ശരീരത്തിൽ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇതൊരു മാനസികമായിട്ട് കിട്ടുന്ന സംതൃപ്തി മാത്രമാണ്. അല്ല, അത് ശരീരത്തിൽ കിട്ടുന്നതാണ്. ഹെൽപ്പേഴ്സ് ഹൈ എന്ന് പറയും സൈക്കോളജിക്കലായിട്ട്. സഹായിക്കുന്ന വ്യക്തിക്ക് ഒരാൾക്ക് സഹായം എത്തിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു എഫക്റ്റ്, അത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഡോപ്പമിൻ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുത്താൽ, ഇപ്പോൾ തെഞ്ചേരിയൊക്കെ ഭയങ്കര ഫുട്ബോളിന് പേര് കേട്ട സ്ഥലമാണ്. നിങ്ങളൊരു കപ്പൊക്കെ നേടിയെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യില്ലേ, ആ ഒരു ഹോർമോൺ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ സെറട്ടോണിൻ, നമ്മൾ ഭയങ്കര ഹാപ്പി ആകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയും. നമ്മുടെ ഉമ്മ നമുക്ക് മുലപ്പാൽ കൂട്ടിയ സമയത്ത് നമ്മൾ വല്ലാതെ ഫീൽ ചെയ്യുന്നത്, അല്ലെ നമ്മളൊന്ന് തലോടി കഴിഞ്ഞാൽ, മോളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് തലോടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താ മെച്ചം? ഒരുപാട് രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവും. നമ്മളത് വെറും മനസ്സിൻ്റെ ഒരു എഫക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. നമ്മളെ ശരീരത്തിൽ മരുന്ന് കൊടുത്താൽ എന്താണോ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്, അതേ എഫക്റ്റ് നമ്മളൊരു കാരുണ്യ പ്രവൃത്തി കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം നാളെ എന്തൊരു ശനിയാഴ്ച അല്ലേ ഇവിടെ വീടുകൾ കൊടുക്കുന്നത് വയനാട്ടിൽ 28-ാം തീയതി. അപ്പോൾ അതിന് പോകുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇന്നലെ എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നോട് എല്ലാവരും. കാരണം അതിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് പോകുന്നത് ആൾക്കാർ? എന്തുകൊണ്ടാണ്? ആ ഒരു പുണ്യപ്രവൃത്തി അവിടെ ചെയ്യുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ എന്താണ്, ഈ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒരു വീടാണ്, ഒരു താക്കോൽദാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പോകുന്ന ഒരു മൊമെൻറ്റിൽ പോലും ഇന്നലെ രാത്രി വന്ന നമ്മളിപ്പോൾ ഒരു സുഹൃത്താണ് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ് ശനിയാഴ്ച അങ്ങോട്ട് വയനാട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇളയം അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാണ് ബത്തേരിയിൽ. ഞാൻ പറഞ്ഞു ഓലൊക്കെ അവിടെ സജീവം ഉണ്ടാവും, എനിക്ക് കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടുന്ന് തെഞ്ചേരിന്നോ അല്ലെങ്കിൽ മഞ്ചേരിന്നോ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണമെന്ന് വിചാരിക്കും. ആ ഒരു മൊമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വല്ലാത്തൊരു എഫക്റ്റ് ഉണ്ടാവും.
ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ മാറാനും, ഇപ്പം ഇന്ന് തന്നെ ഇവിടെ ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്ന അതാണ്. അത് നമുക്ക് വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന വലിയ മരുന്നിനേക്കാളും വലിയൊരു ഇമ്പാക്റ്റാണ് കിട്ടുക. പല രോഗങ്ങളും മാറാൻ അത് കാരണമാകും. ഈ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മളൊരിക്കലും, മനസ്സിലായില്ലേ, ആ ഹോർമോൺസ് ഇമ്പാക്ട് ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉണ്ട്. ഇതുപോലെ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ ഗുണം? നല്ല വേദന സംഹാരിയാണ്. കാരണം നമ്മളിപ്പോൾ വേദനയുടെ ഗുളിക കഴിച്ചാൽ നമ്മൾ ശരീരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ഡയറക്റ്റ്. പിന്നെ ഇന്നത്തെ കുട്ടികളൊക്കെ ഒരുപാട് ലഹരിക്കും മറ്റേതിനൊക്കെ പോകുമ്പോൾ അവരെന്തിനാണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഒരു കാരുണ്യ പ്രവൃത്തിയോ അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഹോർമോൺ ആർട്ടിഫിഷ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന, ആരോഗ്യം തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിനൊന്നും ആവശ്യമില്ല. ഇതുപോലെ സൽപ്രവൃത്തികൾ ചെയ്യുക, അതിലേക്ക് അത് മാത്രമല്ല, നമ്മളെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നൊരു ഹോർമോണുണ്ട്. സ്ട്രെസ്സോ നമ്മൾ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയും. ഇത് ഉൽപ്പാദിപ്പിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം താറുമാറാവും. പിന്നെ ഒരുപാട് രോഗങ്ങൾ വരേണ്ട ഒരവസ്ഥ നമ്മളെ ശരീരത്തിലുണ്ടാക്കും. നമ്മളെ കോശങ്ങളെ ലെവലിൽ നീർവീക്കം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് വല്ലാതെ സ്ട്രെസ്സായി നിൽക്കുമ്പോഴും ദേഷ്യം പിടിക്കുമ്പോഴും വല്ലാതെ പേടിച്ച് നിൽക്കുമ്പോൾ ഒക്കെ ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു ഹോർമോൺ കുറക്കാൻ, ഈ ഹോർമോൺ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുന്നത് തടയാൻ നമ്മൾ കാര്യപ്രവർത്തികൾ ചെയ്യുമ്പം ഈ നല്ല ഹോർമോൺസ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ സാധ്യമാവുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ കോർട്ടിസോളിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ പത്രം വായിച്ചു, അതിൽ ടെൻഷൻ അടിക്കുന്ന ഒരു ന്യൂസാണ് കണ്ടതെങ്കിൽ നമ്മുടെ തലയിൽ ഈ ന്യൂസ് അത് വെറും ഇൻഫർമേഷൻ അല്ല. ഒരു കാരണവശാലും നമ്മൾ ന്യൂസിന് നേതാക്കന്മാർക്കൊക്കെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയത്തിൽ, അല്ലേ? അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പാടില്ല. ഒരു ന്യൂസ് നമ്മുടെ തലയിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ന്യൂസ് കണ്ട് ഇത് ഭയങ്കര ടെൻഷനായി കഴിഞ്ഞാൽ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോണാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു മരണ വീട്ടിൽ അവിടെ മറ്റൊരാൾക്ക് മരിക്കാനുള്ള സാധ്യത 500 ഇരട്ടിയോളം അധികമാണ് ഒരാൾക്ക് മരിക്കാനുള്ള സാധ്യത. അതെന്താ കാരണം? അവർ ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കും. ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഈ കോർട്ടിസോൾ അടിച്ച് കയറും. ആ സമയത്ത് പോലും നമ്മൾ ഒരു മനസ്സിനെ ശാന്തമായി പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റണം. അപ്പോൾ ഈ കോർട്ടിസോൾ കുറക്കാനും ഈ കാരുണ്യപ്രവൃത്തി കൊണ്ട് സാധ്യമാവും. ഏതായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾക്ക് ഇനി എന്താ പറയുക, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഇന്നെനിക്ക് സാധാരണ ഞാൻ എൻ്റെ ലീവുള്ള ദിവസമാണ് വരാറ്. ഇന്നെനിക്കിത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് എത്തണം. കാരണം ഇവിടുന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഡ്യൂട്ടിക്ക് കൂടിയും പ്രവേശിക്കാനുണ്ട്. അപ്പം എന്തായാലും ഈ തെഞ്ചേരിക്കാരോടൊപ്പമുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഒപ്പം എന്നും ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ ആയുസ് ചെയ്യുകയാണെങ്കിൽ ഞാനുണ്ടാവും. ഓക്കെ. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് റാവോട് നമ്മൾ സംസാരിക്കും.